പൊന്നുതിരും സന്ധ്യകളിൽ എന്നെതിരെ നീ വരവേ അനുരാഗമെന്നുള്ളം കട്ടെടുത്തില്ലേ വാക്കിൽ നീ മിണ്ടാതെ കാത്തതും നോക്കിൽ തൂവും നിന്നു താനേ നീയൻ നീലാകാശമാകുമോ ഞാനോ മേഘങ്ങളാ ആലയമതില്ല ഓക്കെ, എന്നാ നീ ഇന്നോടല്ലേ? എന്ത് ചോദ്യമാ മനുഷ്യര്? ഞാൻ പറയാം, എന്തേ പോണോ? അല്ലടി, എനിക്ക് എൻ്റെ കൺട്രോൾ അല്പം കുറയുന്നുണ്ടോ എന്നൊരു സംശയം. അതിന് അല്ല, അതിനൊന്നുമില്ല. എന്നാലും മോനെ മോനെ അങ്ങനെ നീ കിടന്നോ കേട്ടല്ലോ, അതിങ്ങോട്ട് മുട്ടി വരണ്ട. ഓ, അല്ലെങ്കിലും നമ്മളെന്ന് ആർക്കും വേണ്ടല്ലോ. അയ്യടാ, അതെ, എനിക്ക് ടെന്നിൽ ഈ കടിയും കൊണ്ട് കിടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നല്ല കൊതുക. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. നീ ഇത് പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നമുക്ക് ഇവിടെ അടുത്ത് എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. പക്ഷെ എൻ്റെ ഒരു എക്സ്ട്രാ പോയ ഡ്രസ്സൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. വൈ നോട്ട്? വാങ്ങിക്കാം. അല്ല, ഇവിടെ ഇപ്പോൾ ഏതടുത്താണ് ഷോപ്പുള്ളത്? ഇവിടെ അടുത്ത് ഷോപ്സ് ഒന്നും എൻ്റെ അറിവിലില്ല. ഇവിടെ അടുത്തൊരു മാളില്ലേ, നമുക്ക് അവിടെ പോവാം. അതിൻ്റെ നൈറ്റ് ബൈസ് ഏതെങ്കിലും വാങ്ങിക്കാം. വളരെ രാവിലെ ഇത് തന്നെ ഇട്ടാൽ പോരാ? എന്തെങ്കിലും ആവട്ടെ, വാങ്ങിക്കാടെ. ഇച്ചായ പിന്നെ ഇല്ലേ? പിന്നെന്താണാവോ? പിന്നൊന്നുമില്ല. അല്ല, ഈ ചായ നല്ല രസം, അതാ. ഇപ്പോഴൊക്കെ നല്ല രസം കാണും, കുറച്ച് നാൾ കഴിയുമ്പോൾ. എന്താ മനുഷ്യ ഒരു സ്നേഹമില്ലാത്ത പോലെ? ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. വാ. എൻ്റെ ദൈവമേ, ഇത്ര വലിയ ഗസ്റ്റ് ഹൗസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. ഇപ്പം കണ്ടില്ലേ? എന്നാ വാ, ഇനി എന്തൊക്കെ കാണാൻ കേട്ടൊക്കുന്നു. അയ്യടാ, മാറി നിൽക്കങ്ങോട്ട്. ലച്ചു, നീ പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് തരും. കഴിച്ചിട്ടേ നമുക്ക് കിടക്കാം. ഓക്കേ. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു, കിടക്കാറായി. എന്താഴി? അല്ല, നമ്മളിന്ന് ഇവിടെയാണ് കിടക്കുന്നത്. അതേലോ, നമ്മളിന്ന് ഇവിടെയാണ് കിടക്കുന്നത്. അല്ലിച്ചായ, നമ്മളെങ്ങനെ ഒരുമിച്ചൊക്കെ? അതിന് നീ എന്താടി പഴയ സ്റ്റൈല് സംസാരിക്കുന്നത്? ഞാൻ നിന്നൊന്നും ചെയ്യത്തൊന്നുമില്ല. ഒരു ബെഡിൽ കിടന്നു വെച്ചപ്പോൾ ഒന്നും പറ്റാൻ പോകുന്നില്ല. അതെ, നിനക്ക് കൺട്രോൾ ഉണ്ടാവും, എനിക്ക് കൺട്രോൾ ഇല്ല. കുട്ടി കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. പോവാടുന്ന് കളിയാക്കാണ്ട്. അല്ലെങ്കിലും മോളോട് ഇപ്പം ആരാ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലേ? ഇല്ല. എന്തേ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ? എങ്ങനെയാണെങ്കിൽ പിന്നെ? ഈ മനുഷ്യൻ പോടുന്നു. ഇങ്ങ് പാടി പെണ്ണെ, എന്താ ഇത്ര നാണം? Can I make you mine? Yes. पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा तूने छुआ जख्मों को मेरे, मरहम मरहम दिल पे लगा. पागल पागल है थोड़े बादल. ലച്ചു, എഴുന്നേക്കടി, രാവിലെ. നിങ്ങൾ മിണ്ടണ്ട. ഇന്നലെ രാത്രി വരെ ഒന്ന് ഉറക്കിയിട്ടില്ല നിങ്ങൾ. ആരാ കൺട്രോളില്ലാന്ന് പറഞ്ഞാൽ ഞാനാണോ? വാ മനുഷ്യ, കുറച്ചേരം കൂടി കിടക്ക്. അല്ല മോളെ, ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ ഇപ്പം എന്നാ പ്ലാനാണ്? നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ച് പോവാന്നേ. ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചു പോയാലേ ലാസ്റ്റ് കെട്ടുന്നതിന് മുന്നേ കയ്യിലൊരു കൊച്ചിരിക്കും. അതിന് വീട്ടിൽ പറഞ്ഞ് വേഗം കെട്ട് നടത്താൻ നോക്കും. നടത്താം മനുഷ്യ, ആദ്യം കുറച്ച് വാങ്ങിയാൽ പ്രേമിച്ച് എന്നിട്ട് കെട്ടിയാൽ പോരെ.
ഇവളെ കൊണ്ട് കെട്ടാടി പെണ്ണെ. അതെ, പിന്നൊരു കാര്യമുണ്ട്. പറ. അല്ലടി, നിന്റെ ഫോണിലേക്ക് ഏതോ ഒരു ഡോക്ടർ എന്താ ജെറി എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാ കോളെടുത്ത. എന്നിട്ട് അവനെന്തോ എമർജൻസി കേസുണ്ട്, നേരത്തെ വരണമെന്നാ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞ് കട്ട് ചെയ്തു. അല്ല, അവനോട് ഞാൻ അധികം സംസാരിച്ചൊന്നുമില്ല. ഫോൺ എടുത്തപ്പോൾ തന്നെ അവനിങ്ങോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. രക്ഷപ്പെട്ട്. എടാ, അത് അവിടുത്തെ മെയിൻ ഡോക്ടറാ. നീ എന്ത് പൊട്ടാടാ പട്ടി. അവനെങ്ങാലും വിളിച്ച് അപ്പനോട് പറഞ്ഞാൽ തീർന്നു. ഒന്ന് അടങ്ങ് പെണ്ണെ, ഒന്നും ഉണ്ടാവില്ല. പോ മനുഷ്യ അവിടുന്ന്. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ലച്ചു, എന്താ ലച്ചു, എന്താ മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ലച്ചു. എന്താ മനുഷ്യ കുറേ നേരം ലച്ചു ലച്ചു. ഞാൻ പോണു, മാറിക അങ്ങോട്ട്. പോവല്ലേ, പറയുന്നേക്ക് അവിടെ നിൽക്ക്. എന്താ മനുഷ്യ? ഞാൻ ഒരു കടി കയറട്ടെ. ഇന്നലെ രാത്രി കടിച്ച പോരല്ലേ? എനിക്ക് വേദനിക്കുന്നു. ദൈവമേ, ഈ ബൈറ്റ് മാർക്കൊക്കെ ഫൗണ്ടേഷൻ ഇട്ട് മറക്കാണ്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാ, ഇതൊക്കെ മറക്കണേ. ഓ ആയിക്കോട്ടെ. നിന്നോടെ ഇത് ഫുള്ള് കവർ ചെയ്യാനല്ല പറഞ്ഞത്, ഞാൻ കടിച്ചതങ്ങ് മറന്നേക്കാൻ. എന്ന് വെച്ചാ ഈ ഫൗണ്ടേഷൻ ഇട്ട് മറക്കാണ്ട് ധൈര്യമായിട്ട് ഈ ബൈറ്റ് മാർക്ക് കൊണ്ടങ്ങ് പോന്ന്. എന്നിട്ട് എന്തിനാ എന്നെ കുഴിയിലേക്ക് എടുക്കാനോ? അതെന്നാടി, കുഴിയിലേക്ക് എടുക്കലാണോ പതിവ് ബൈറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ? എന്നിട്ട് വേണം അപ്പം കണ്ടിട്ട് വേറെ പ്രശ്നമാൻ. ഓ മൈ അമ്മായപ്പൻ സീൻ ഹോ ഗയാ ഹേ അല്ലേ? അതെ, നല്ല സീന. മാറിക്ക അങ്ങോട്ട്. ഞാൻ പറഞ്ഞെന്നെ വീട്ടിൽ ഞാൻ പോയി കുളിക്കട്ടെ. ഇങ്ങനെ നിൽക്കും. എന്താണ് മനുഷ്യ എനിക്ക് പറ്റിയത്? ഒന്നുമില്ല, വല്ലാണ്ട് ഇനി ഞാൻ നിന്നെ മിസ് ചെയ്യും. മിസ് ചെയ്യുന്നതിനാ? എൻ്റെ വീട്ടിൻ്റെ മതിലില്ലേ ബാക്കിൽ കൂടി, അതങ്ങ് ചാടിക്കൂടെ? ഞാൻ അവിടെ തന്നെ ഇല്ലേ? എന്നിട്ട് വേണം നിന്റെ ചേച്ചി കണ്ട് വേറെ പ്രശ്നമാവാനില്ല. ഏയ്, നമ്മൾ കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാലും എങ്ങനെ ചേർക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്ക് മതിലിടം വരെ. എന്നാ ഓക്കെ, നമുക്ക് പോവാം. ആരാടി ജെറി? കുറേ നേരം ആൾ വിളിക്കുന്നു. അതാ ഡോക്ടറല്ലേ? അത് ഡോക്ടർ ജെറി, ഇത് വെറും ജെറി. ഏതാണ് ഈ വെറും ജെറി? അത് മരപ്പട്ടിയാ എൻ്റെ. ആഹാ, ഇപ്പൊ മരപ്പട്ടികൾക്ക് ഫോണൊക്കെ ഉണ്ടോ? ഓ മനുഷ്യ, അത് മരപ്പട്ടിയല്ല. മീൻസ് ഞാൻ അവനെ മരപ്പട്ടി എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ ബെസ്റ്റീസാ. ഓ, അല്ലെങ്കിലും കോഴികളുടെ പുതിയ പേരാണല്ലോ ബെസ്റ്റ്. അവൻ നിങ്ങളുടെ അത്രയും കോഴിയൊന്നുമല്ല. അന്നൊരു കാര്യം ചെയ്യും, അവനിപ്പോൾ രംഗ് കേട്ട് പോടുന്നു. വിശ്വാസിക്കില്ല മനുഷ്യ, വെറുതെ പറഞ്ഞല്ലേ. ആ ജല്ലയിൽ പോയിക്കോളി, ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? അപ്പോൾ അതെ, ഇനി ഞാൻ ഉണ്ടാക്കട്ടെ? സമയമൊന്നുമില്ലടി, ഞാൻ ഓർഡർ ചെയ്യാം. നീ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി. വേണ്ടേലും വേണ്ട. ശരിയെന്ന്, ഞാൻ കുളിക്കാൻ പോവാം. കുളിക്കാൻ പോയിട്ട് വേഗം വരണേ. അയ്യടാ, മാറിയേക്കും അങ്ങോട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവൾക്കെന്തോ എമർജൻസി കോൾ ഉണ്ടായത് കൊണ്ട് തന്നെ അലക്സിയ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഡെയ്ലൻ നേരെ വീട്ടിലേക്ക്. ഇതാ ഞാൻ പോവാണേ. പൊക്കോ, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ കോൾ ചെയ്യണം കേട്ടോ. ഞാൻ വിളിക്കാം എന്തായാലും. ഓക്കെ എന്നാ, ബൈ. എന്താടി? ഒന്നുമില്ല, ഇത് വെച്ചോ. ഐഷ്, ഇതുകൂടി വെച്ചോ. ശരിയെന്ന്, പോവാം. അങ്ങനെ അലക്സിയ പോയി. അത് കഴിഞ്ഞ് ഡെയ്ലൻ നേരെ വീട്ടിലേക്കും. ഡാ, ഓ ഗോഡ്, കുലസ്ത്രീ സ്പോട്ടഡ്. അമ്മേ, മൈ മാതാശ്രീ, 2 ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തോണ്ട് അടിച്ചു പൊളിച്ച് തന്നു. അല്ല മോനെ, നീ എവിടെയായിരുന്നു? അത് പിന്നെ അമ്മ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കമ്പനിയുടെ മീറ്റിംഗ് മാങ്ങത്തിൽ പണ്ടായിരുന്നു. മറന്നായി എന്ത് പറയും. കിടന്നത് അപ്പണ്ട. എവിടെയായിരുന്നു? അതൊന്നുമില്ല അമ്മ, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഒരു ഗുഹയിൽ ഇങ്ങനെ പറന്ന് ആ ചട്ടകം എന്തിയെ? ചട്ടം എടുക്കണ്ട, ഞാൻ കാര്യം പറയാം.
അത് പിന്നെ ഞാനല്ലേ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടേ അവളായിട്ട് ഇന്നലെ ഒരു സ്ഥലത്തിങ്ങനെ പോയി, അതാണ്. ഫ്രണ്ടായിട്ടോ? ഞാനറിയാത്ത ഏത് ഫ്രണ്ടാ പോലെ നിനക്കുള്ളത്? അതൊക്കെ ഉണ്ട്. അത് പിന്നെ അത് വലിയ കഥയാണ്, ഞാൻ പിന്നെ പറയാം. അല്ല, ഇന്നലെ എന്നെ നമ്മുടെ സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ഹൗസിൽ. പുള്ളി പറഞ്ഞു നീയും ഒരു പെൺകുട്ടിയും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്ന്. കർത്താവേ, ആ കാലം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. ആ ഉണ്ടായിരുന്നു. പറ, ആരാ അവള്? അമ്മ എന്നെ അനുഗ്രഹിക്കണം. അത് അമ്മയുടെ ടു ബി മരുമോളാണ്. ടു ബി മരുമോളോ? എന്നിട്ട് നീ അവളായിട്ട് എന്താ ഇന്നലെ? അതൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടി. രാത്രി മൊത്തം നിങ്ങൾ ഭയങ്കര സംസാരമായിരുന്നല്ലേ? വല്ലാണ്ട്. കർത്താവേ, നീ എന്തൊക്കെയാണ് കണ്ടിട്ട്? കല്യാണത്തിന് മുന്നേ അവളെങ്ങാലും ഗർഭിണിയാക്കിയ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നീ പറയാടാ. ഏയ്, അതൊന്നും ആവുന്നില്ല. അതിനൊക്കെ ഞങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയൊന്നും നോക്കാൻ പറ്റത്തില്ല, അവളെ തന്നെ അങ്ങ് കെട്ടിക്കൊള്ളാം. അതില്ലെങ്കിലും ഇനി അത്രേ ഉള്ളൂ, അവളെ തന്നെ ഇനി കെട്ടുവാണെങ്കിൽ കേട്ടോളൂ. എടാ, ഇതൊക്കെ നിന്റെ തന്തറിഞ്ഞാലേ എന്തുണ്ടാകുമെന്ന് നിനക്കറിയാമല്ലോ. ഇവിടെ ഭൂമികളിലൊക്കെ തന്നെ സംഭവിക്കാൻ പറ്റുവാണെങ്കിൽ. ഒരു ഭൂമി ഉൾക്കൊല്ലേ മാതാശ്രീ, അതൊക്കെ അങ്ങ് തീർന്നോളൂ. ദൈവമേ, ഇച്ചാനറിഞ്ഞെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്തോ. അപ്പനൊന്നും അറിയാൻ പോണൊന്നുമില്ല. അയാൾ വിളിച്ചിട്ട് അമ്മ പറ അപ്പനോട് പറയരുതെന്ന്, ബാക്കി ഞാൻ നോക്കണം. എൻ്റെ മോൻ പിന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇറങ്ങിയേക്കുന്നത്. അതല്ല പിന്നെ അവളെ പോയി പെണ്ണ് കാണുന്നില്ല ഇനി? ആദ്യമേ ഞാനും ചായയും കൂടി പൊക്കോളാം, അത് കഴിഞ്ഞിട്ട് അമ്മ വന്നാൽ മതി. അതിനോട് അങ്ങനെ? അല്ല, അവളുടെ അപ്പനും അമ്മനൊന്നും എനിക്ക് അറിയില്ലല്ലോ, എങ്ങനത്തെ ആൾക്കാരാന്ന് നോക്കട്ടെ, എന്നിട്ട് മാത്രമേ ഇനി അമ്മനെ കൊണ്ടുപോകുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എന്തായാലും നിന്നെ ചേട്ടൻ വിളിക്കും, തായ്ലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ. അതൊക്കെ ഞാൻ അറിഞ്ഞു. അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു തായ്ലാൻഡിലാന്ന്. ചേട്ടൻ ചതിച്ച്. പിന്നെ മോനെ, കാര്യങ്ങളൊക്കെ വേഗമാക്കിക്കോ. 2 മാസം സമയമുള്ളേ, അതിന് മുന്നേ എല്ലാം തീർത്തോളാം. ഞാനായിട്ട് ഇനി എല്ലാം പറഞ്ഞു തരണ്ടല്ലോ, നിനക്ക് ബോധം വെളിപോലെ നീ എല്ലാം ചെയ്യുമല്ലോ. മേരെ മാതാശ്രീ, ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കോളാം. എൻ്റെ അമ്മ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മാത്രം മതി. എല്ലാം ഓക്കെ ആക്കിയാൽ മതി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ചേട്ടൻ ഡെയ്ൻ തായ്ലാൻഡിൽ നിന്ന് വന്നു. വരവിൻ്റെ കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ, ഒരു പെണ്ണ് കാണാൻ വേണ്ടി മാത്രം വന്നതാ. അതിൻ്റെ ഒരു ചടങ്ങേർക്ക് ഉണ്ടെങ്കിലോ, പാവില്ലെന്ന് വിചാരിച്ച് ഡെയ്ലൻ അതങ്ങ് സഹിച്ചു. ഉമ്മ അതിൻ്റെ ഭാര്യ കൊണ്ടേ കൊടുക്കാം, മാറിക്കങ്ങോട്ട്. എന്തൊരു അഹങ്കാരം മനുഷ്യൻ നിങ്ങൾക്ക്. അത് ഞാൻ വിളിച്ചോണ്ടല്ലേ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര അഹങ്കാരം കാണിക്കുമായിരുന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാനിവിടെ 50 പെൺപിള്ളേരെ ഡേറ്റ് ചെയ്ത് ഇനി 100 അടുപ്പിക്കാനുള്ള പ്ലാനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വിളി. അതിനിപ്പോൾ എന്താ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി അവിടെ 100 50,000 എത്ര എണ്ണം വേണമെങ്കിലും പോയി ഡേറ്റ്. എൻ്റെ കല്യാണം ഒന്ന് വേഗം നടത്തിത്താ, എന്നിട്ട് വേണം എനിക്ക് അടുത്ത പ്ലാനിങ്സിലേക്ക് പോകാൻ. അല്ല, മോന് കല്യാണത്തിനൊന്നും താല്പര്യം ഉണ്ടായില്ലല്ലോ, പിന്നെന്താ ഇത്ര പെട്ടെന്ന്? അതൊക്കെ അല്ലേ അതെ, എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നി, ഞാനും കല്യാണം കഴിച്ചു. കർത്താവേ, ഈ പക്വതില്ലാത്തതിനെയൊക്കെ പിടിച്ചാണല്ലോ കെട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 30 വയസ്സായില്ലേ, അണ്ട് നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയാ? നിങ്ങൾ ആരൊന്നും പറയണ്ട. എടാ മോനെ, ഞാനിങ്ങനെ ഒന്ന് കൈ ഞൊടിച്ചാൽ മതി, ഇപ്പം പിള്ളേർ ക്യൂ നിൽക്കും. പക്ഷേ എനിക്കൊരുത്തിനാ വേണ്ട, എനിക്കൊന്ന് സിംഗിൾ അടിച്ച് നടക്കാൻ ഇഷ്ടം. അമ്മനെ കണ്ടിട്ട് ഞാൻ എത്ര നാളായി? മൈ മമ്മി ഒന്ന് വെളുത്ത് സുന്ദരിയായി. 2 എണ്ണത്തിന് സോപ്പിടാൻ നല്ല കഴിവാണ്. അല്ലെങ്കിലും മമ്മി മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ. അത് ശരിയാ, 2 എണ്ണത്തിന് തന്നട സ്വഭാവ. ഓ മൈ ഡാഡി കൂൾ. പുള്ളി എവിടെയാ, കണ്ടില്ലല്ലോ. അതെ, ഇന്നലെ അടുക്കളയിലിരുന്ന 2 ജിലേബിയും 1 മൈസൂർ പാർക്കും പുള്ളി അങ്ങ് കട്ട് നിന്ന്. അതുകൊണ്ട് എന്താ, ഷുഗർ കുറച്ച് അല്പം കൂടി തലകറക്കം വന്നെന്നും പറഞ്ഞ് പോയി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ട് ഞാൻ ആ തന്തനോട് പറഞ്ഞതാണ് മധുരമൊന്നും എടുത്ത് തിന്നരുതെന്ന്. സാരമില്ലടാ, അപ്പനുണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ. ഈയിടെയായിട്ട് നിന്റെ തന്തൊക്കെ ആഗ്രഹം കുറച്ച് കൂടുതലാ. സംതിങ് ഫിഷ് ചെയ്യാം മമ്മി. പാടുന്നു 2 പോയി കുളിച്ചേ ചെല്ലേ. മമ്മി കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് തരാം. ഓക്കെ മോനെ, പൊക്കോ. അമ്മച്ചി അമ്മച്ചി അമ്മച്ചി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുക്കളയിരിക്കും ഇരുന്ന് മാന്തരുത്. ഒറ്റ അടി ഞാൻ തലക്കിട്ട് വെച്ചേരും.
അമ്മക്ക് എന്നോ സ്നേഹമില്ല, പോതള്ള ഇവിടെ നിന്ന്. ഞാനേ ആ പാൻ ഇങ്ങോട്ട് കേട്ടെ, തലക്കിട്ട് ഒരെണ്ണം തട്ടെ. വേണ്ട അമ്മ, എൻ്റെ അലക്സി ബേബിക്ക് ആരും ഇല്ലാണ്ടായിപ്പോ ഞാൻ എന്നങ്ങോട്ട്. ഓടിക്കോ ഓടിക്കോ. അതെ, പിന്നെ കാര്യങ്ങളൊക്കെ വേഗമാക്കണം, അറിയാലോ. മമ്മിക്ക് പേരക്കിടാവിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ അവളോട് പറഞ്ഞ് സെറ്റാക്കിക്കോളാം. ഓ, തലക്കിട്ടൊരെണ്ണം വെച്ച് തന്നാലേ ഡീലൻ, അതല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി, ജസ്റ്റ് ഫോർ കിഡിങ്. ശരിയെന്ന്. രണ്ടും പോ, ഫുഡാകുമ്പോൾ ഞാൻ വിളിക്കാം. അന്നമ്മേ, ഫുഡായില്ലേടി? എൻ്റെ ചായ നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്തൊന്നും കിച്ചണിൽ നിന്ന് എടുത്ത് തിന്നരുതെന്ന്. ഇപ്പം കണ്ടോ? അത് പിന്നെ ഞാനും നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒന്നും എടുത്തന്നെ മുമ്പിൽ വെക്കരുതെന്ന്. അതിന് ഞാൻ വാങ്ങിച്ചു വെച്ച നല്ല മനുഷ്യ. നമ്മുടെ ഇവിടുത്തെ ത്രേസി ചേച്ചിയില്ലേ, പുള്ളിക്കാരുടെ മരുമോള് പ്രസവിച്ചു. അപ്പം അതിനു വേണ്ടി സ്വീറ്റ്സ് ഒക്കെ ഇട്ട് വന്നതാ, വേറൊന്നുമല്ല. കണ്ടാ, ആ ത്രേസിയുടെ മോനും നമ്മുടെ ഡെയിലിൻ്റെ പ്രായമല്ലേ, അവൻ വരെ കെട്ടി കൊച്ചായി, ഇവൻ ഇപ്പോഴും നടക്കുക. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്നാടി? നിങ്ങളുടെ പുത്രനെ ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ്. അതെന്നാ അവനായിട്ട് മറ്റേ റിസോർട്ടിലല്ല നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോകാൻ പറ്റല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇനി എന്തായാലും അറിഞ്ഞായിട്ടൊന്നും ബാധിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇല്ല, എൻ്റെ അന്നാമേ ചോറിട്. ചോർക്കെടുക്കുക മോനങ്ങോട്ട് മുട്ടി വരണ്ട, അങ്ങ് മാറിയേക്കും. എന്താ അന്നാമേ ഒരു അൺറൊമാൻറ്റിക്കായി വരുന്ന നീ എൻ്റെ രണ്ട് പുത്രന്മാർ ഇവിടെ തന്നെയുണ്ട്. രണ്ട് കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ അത് മതി. അവർക്ക് മാത്രം കിട്ടിയാൽ മതിയാ? എനിക്കുണ്ട് ആഗ്രഹങ്ങളൊക്കെ. ഈ വയസ്സാം കാലത്താണ് മനുഷ്യൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ? പ്രണയത്തിന് വയസ്സിൻ്റെ പെണ്ണെ, ഇങ്ങ് വാ. അപ്പനമ്മ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്കിങ്ങ് വരാൻ. കർത്താവേ, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നു. അതൊന്നുമില്ലടാ, അമ്മയെ കണ്ണിലെ അമ്മച്ചി പപ്പണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിരുന്നു. ഇന്നാ മോനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഉപ്പുമാവും കടലക്കറിയും കഴിച്ചോട്ടോ, അവിടെ പോയി നയിച്ചോ. ഓ, ഞാൻ എന്തായാലും അങ്ങ് പോവാണേ, ഇവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ലേ, ഞങ്ങൾ ഇവിടുത്തെ സ്വർഗത്തിലെ കെട്ടുറുമ്പൊന്നാകുന്നില്ലേ. കണ്ട് ഞാൻ പറഞ്ഞില്ല മനുഷ്യൻ, മാറിക്കും, ഞാൻ പോണേ. പക്ഷേ അവന്മാരുടെ അടുത്തെങ്കിലും കുറച്ച് വില ഉണ്ടായതാ, അതും പോയി കിട്ടി. ഹേ ഡാഡി കോൾ, ഈ മൂത്ത മോനെ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ഇല്ല. ഓ, നിനക്ക് എന്നെ മൈൻഡ് ഉണ്ടാണോ? ഓ, അതിനിപ്പോൾ അപ്പനെവിടെ മൈൻഡ് ചെയ്യാൻ സമയം, അതുകൊണ്ട് ഞാനും അങ്ങ് മൈൻഡൊന്നും ചെയ്തില്ല. അപ്പനെ ഇങ്ങോട്ട് മൈൻഡ് ഉണ്ടെങ്കിലേ ഞാൻ തിരിച്ചു ചെയ്യുള്ളൂ. ഇവനെ ഞാനിന്ന് ആ ചൂരലെന്തേ? നോ തന്തപ്പടി, ഡോണ്ട് ടേക്ക് ചൂരൽ. ചൂരൽ ഇസ് പ്രൊഹിബിറ്റഡ് ഇൻ ദിസ് ഏരിയാസ്, ഓക്കെ? പിന്നെ അല്ലട മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നപ്പാ. പിന്നില്ലേ, നമ്മുടെ കമ്പനിയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. എന്ത് പറ്റി മോനെ, നിൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും? ഏയ്, അതൊന്നുമില്ലപ്പാ. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവനേതോ പെങ്കൊച്ചിന് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതങ്ങ് നടത്താം. നീ ഒന്ന് പോയി അവളുടെ വീട്ടിലൊക്കെ പോയി ഒന്ന് കാണും, എന്നിട്ട് നമുക്ക് യോജിച്ചതാണെങ്കിൽ നമുക്കിതങ്ങ് നടത്താടാ. ഓക്കെ അപ്പാ, ഞാൻ എന്തായാലും പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അപ്പനെ വിളിച്ച് പറയാം. ആടാ, നീ ഉചിതം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അത് കഴിഞ്ഞിട്ടേ നമുക്ക് വേഗം ഇതങ്ങ് നടത്താം. അങ്ങനെ ഡെയിനും കൂടി പെണ്ണ് കാണാൻ വേണ്ടി പോയി. ലച്ചു, എടി എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ഒക്കെ ആണ്, എന്നാലും ഇതൊരു ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ബാക്കിയൊക്കെ ഞാൻ നോക്കോളാം, നീ ഒന്ന് കൂടെ വന്ന് നിന്നാൽ മതി. ഓക്കെ ശരി, ഇച്ചാ ഇവിടെ വന്നിട്ട് കാണാം. ശരി എന്നാ, ബൈ. എന്താ ഡെയിലമ്മോനെ നിൻ്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല ചേട്ടാ, എനിക്ക് ഒരു ടെൻഷനൊക്കെ പോലെ. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമ്മൾ പോകുന്നു, പെണ്ണ് കാണുന്നു, തിരിച്ചു വരുന്നു, ദാറ്റ്സ് ഓൾ. എന്നാലും ഒരു പേടി, അത് ആദ്യത്തെ ആയതുകൊണ്ടാണ്. ആദ്യത്തെ തന്നെ അവസാനിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന, അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. എന്തായാലും ചായി നമുക്ക് പോയിട്ട് വരാന്നേ. വാ, വീടെത്തിയല്ലോ, ഇറങ്ങിക്കേ. വരണം, വന്ന് കയറിയിരിക്കുക. മോൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നോ? യാത്രയൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറ നിങ്ങളെപ്പറ്റി. ഞാൻ ഡെയിൻ വില്യം. ഞാൻ US കമ്പനി നടത്തുക. ഞങ്ങളുടെ തന്നെ കമ്പനിയാണ്, അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. ഇവനാണ് ഡെയിലൻ, എല്ലാവർക്കും അറിയാൻ പറ്റും, ഇവനാണ് ചെറുക്കൻ. ഇവനും
അമേരിക്കയിൽ മാത്രമല്ല, ഇവൻ ഞങ്ങളെ ബ്രാഞ്ച് കമ്പനീസ് ഉണ്ട്. അവൻ അമേരിക്കയിൽ വരും, ബട്ട് അവൻ കൂടുതലും നോക്കുന്നത് ജപ്പാൻ, ചൈന, അവിടെയൊക്കെ നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ ഇവനാണ് നോക്കുന്നത്. പിന്നെ എനിക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പനാണ് 7 കമ്പനി ഓൾ റൗണ്ട് എല്ലാം നോക്കുന്നത്. പിന്നെ ഒരമ്മയുണ്ട്, അമ്മക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. ആ, മോളും പറഞ്ഞിരുന്നു. അല്ല, എനിക്ക് നിങ്ങളുടെ അപ്പനറിയാം, വില്യം എറിക്കല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊരു ഡീൽ സംസാരിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ. അപ്പം നമുക്കിന്ന് വന്നോന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, അവർക്ക് ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അപ്പൻ്റെ കൂടെ പോവുകയും ചെയ്തു. അതാ പിന്നെ ഞങ്ങൾ തന്നെ വന്നത്. ആ, അത് സാരമില്ല. എന്തായാലും നമുക്ക് ഉറപ്പിച്ചിട്ട് അച്ഛനോട് പറയാമല്ലോ, അല്ലേ? ആ, അതെ. എടി, മോളെ വിളിക്കാം. നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയും നിതാ എൻ ഹൃദയമേതു നിമിഷവും എന്നിരവുകളിലോലമായി നിനക്കായൊരു വിടും സ്വരമിനിമേൽ നീയറിയുമോ നീലശലഭമേ നീയറിയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയും നിതാ. ചെറുക്കനും പെണ്ണിനും ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കട്ടെ, അല്ലേ? ആ, എന്നാൽ അവർ സംസാരിക്കട്ടെ, നമുക്ക് തീരുമാനിക്കാം. ഈ വരുന്ന മെയ് 11 തീയതിയാണ് നമുക്ക് കല്യാണം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് ഓക്കെ ആണെങ്കിൽ നമുക്കന്ന് നടത്താം. മെയ് 11 തീയതി ഞങ്ങൾക്ക് ഓക്കെ ആണ്. അപ്പൻ എന്തായാലും അതിന് മുന്നേ തിരിച്ചെത്തും. പിന്നെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അന്ന് നടത്താം. ആയിക്കോട്ടെ, അന്ന് നടത്താം. പിന്നെ ഈ എൻഗേജ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നടത്താമെന്ന് ആഗ്രഹമുണ്ടോ? അവർക്ക് വേഗം കല്യാണം വേണമെന്നല്ലേ പറയുന്നത്. ഞങ്ങൾക്കെല്ലാം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യത്തെ കല്യാണമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടത്താം. അപ്പോൾ ഒന്നില്ലെങ്കിൽ മെയ് 10 തീയതിക്ക് എൻഗേജ്മെൻറ്റ് വെക്കാം, അല്ലേ? എന്നാൽ മെയ് 10 തീയതിക്ക് വെക്കാം. പക്ഷേ അധികം ആൾക്കാരൊന്നും വേണ്ടെന്ന അപ്പൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം. അതെ, ഞങ്ങൾക്കും അത് തന്നെ പറയാനുള്ളത്. അധികം ആൾക്കാരൊന്നും വേണ്ട, നമ്മുടെ കുറച്ച് അടുത്തുള്ള ബന്ധുക്കൾ മാത്രം മതി. ആ, ഞങ്ങളും അതൊന്നും അങ്ങനെ പറയാതിരിക്കുമായിരുന്നു. ആ, എന്തായാലും നിങ്ങളുടെ അച്ഛനോടും അമ്മനോട് ചോദിച്ചിട്ട് പറയൂ. ഞങ്ങൾക്കത് ഓക്കെയാണ്. ശരി, എന്നാൽ ഞങ്ങളങ്ങ് ഇറങ്ങുക. അവനെന്തേ? അവർ സംസാരിക്കാൻ തോന്നുന്നു, ഞാൻ വിളിക്കാം. ആ, ഓക്കെ. മോളെ, ഇങ്ങ് വാ. ആ അപ്പാ. എന്നാൽ ഞാനും ഡെയിലിന് ഇറങ്ങുവാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഫോണിലൂടെ ഞങ്ങൾ അറിയിക്കാം. ആയിക്കോട്ടെ. ചേട്ടാ കോപ്പേ, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? കല്യാണം കഴിയണേക്ക് മുന്നേ നീ എല്ലാം പറഞ്ഞു തീർക്കോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് സംസാരിക്കേണ്ടായിരുന്നു, അതായിച്ചായി. എന്നിട്ടെന്തായി, എല്ലാം മുഴഞ്ഞു കഴിഞ്ഞാ? പിന്നല്ലാണ്ട് എല്ലാം പറഞ്ഞു. എന്നാ വാ പോവാം. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലെത്തി. ഈ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അപ്പോൾ അമ്മ, കാര്യങ്ങളിത് ഞങ്ങൾ ഏകദേശമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പോയി സംസാരിച്ചാൽ മതി. നിങ്ങൾ ബിസിനസ് ട്രിപ്പിൽ അതുകൊണ്ട് വന്നില്ലെന്നൊക്കെയാണ് തള്ളി മറിച്ചത്. നിങ്ങൾ പിന്നെ മതി, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എന്തായാലും ഒന്നും വരാൻ പറ്റില്ലായിരുന്നു. അതെന്നാ ഇപ്പോൾ പറഞ്ഞത് ഫലിച്ച പോലെയാ. എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഇവളെയും കൊണ്ടുപോവാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ വരാം. ആണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ലപ്പാ, പോയിട്ട് വാ. പിന്നെയില്ലേ, ഇവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും, പിന്നെ ഈ ഫോട്ടോ അടിക്കൽ, സേവ് ദ ഡേറ്റ്, അതും ഇതും ഹൽദി പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഉചിതം പോലെ നടത്താം. എന്തായാലും നമുക്കൊരു 11 തീയതിയാണ് കല്യാണം പറഞ്ഞേക്കണല്ലേ. 10 തീയതിക്ക് എൻഗേജ്മെൻറ്റ്. അതിന് മുന്നേ 2 ദിവസം മുന്നേ തന്നെ നടത്താം, അല്ലേ? ദൈവമേ, ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സമയം കാണില്ലല്ലോ. അത് ശരിയല്ലേ, സമയം ഒട്ടും കാണത്തില്ല. സാരമില്ല, നമുക്ക് നടത്താൻ പറ്റുന്ന പോലെ അങ്ങ് നടത്താം. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല. വിളിക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷേ ഡ്രസ്സ്, കാര്യങ്ങൾ, സെൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കോളാം. അതിൽ പിന്നെ എനിക്ക് കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിയാമല്ലോ. അതോർത്ത് അപ്പം പേടിക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞങ്ങളെന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്താം. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് നടക്കട്ടെ. പിന്നെ ഡെയിലിനോടൊരു കാര്യം,
കല്യാണമൊക്കെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. വേറെ കയ്യബദ്ധമൊന്നും ഇപ്പോൾ പോയി കാണിക്കരുത്, അറിയാലോ. മനുഷ്യൻ്റെ വില വെറുതെ നീ കളയരുത്. പിന്നെ നിൻ്റെ യൂറോപ്യൻ ഗേൾ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു, എല്ലാത്തിനും ബ്ലോക്ക് ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു തലവേദന എൻ്റെ മോനായിട്ട് ഇനി ഉണ്ടാക്കി വെക്കരുത്. ഇല്ലപ്പാ, അതൊക്കെ ഞാൻ നേരത്തെ വന്ന് സെറ്റിലാക്കിയതാണ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. ആ ശരി, എന്നാൽ എങ്ങ് പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കല്യാണത്തിൻ്റെ അന്നായി എല്ലാവരും നല്ല എക്സൈറ്റഡാണ്, അപ്പനും അമ്മയും ഡെയ്നും എല്ലാവരും. പക്ഷേ അന്നൊരു പ്രശ്നമുണ്ടായി. എടാ ഡെയ്നെ, ഇങ്ങോട്ട് വന്നേ. എന്താടാ, എന്താ കാര്യം? എടാ 11-ാം തീയതി കല്യാണം നടക്കില്ലെന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്താ? അതൊന്നറിയില്ല. അവളുടെ ഏതോ കസിൻ വന്നിട്ടില്ലെന്നോ കസിൻ വരാൻ പറ്റില്ലെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. മയിലിപ്പോൾ എല്ലാവരും വിളിച്ചിട്ടാണ് ഈ പറയുന്നത്. എനിക്ക് ദേഷ്യം കയറുന്നുണ്ട്. ഡെയ്ൻ അടങ്ങ്, നമുക്ക് എന്തായാലും വഴി ഉണ്ടാക്കാം. ഞാൻ അവളോട് സംസാരിക്കട്ടെ. വേഗം എന്താണെന്ന് വെച്ചാൽ ചെയ്. ഓരോരോ വാങ്ങാത്തൊരു പരിപാടികൾ. എടാ ഞാൻ അലക്സിനെ ഒന്ന് വിളിക്കട്ടെ. നീ വേഗം വിളിച്ചതെന്ന് വെച്ചാൽ നോക്ക് ഡെയ്ലൻ. ഇത് അപ്പനമ്മ അറിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവൂട്ടാ. അറിയാ ഡെയ്ൻ, വെയിറ്റ്. ഹലോ അലക്സ, എന്താ കാര്യം? എന്താ നീ കാര്യം പറയും? എനിക്കറിയില്ല. ഇവിടെ അപ്പനമ്മയും പറയാ 11-ാം തീയതി കല്യാണം നടക്കില്ല, ആരോ വരാനുണ്ടെന്നൊക്കെ. അന്ന് കല്യാണം ആലോചിച്ചപ്പോഴേ ഇതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അറിഞ്ഞില്ലേ? ഇപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് നീ എന്നോട് ചൂടാവുന്ന എന്തിനാ? പിന്നെ അവർ പറയുമ്പോൾ എനിക്ക് നടത്തണമെന്ന് നിർബന്ധിക്കാൻ പറ്റുമോ? അല്ലടി, നീ പറയുന്ന കേട്ടാ തോന്നും ഞാൻ നിന്നെ എന്തോ നിർബന്ധിപ്പിച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ചാണെന്ന് പോലെയാണല്ലോ. എനിക്കൊരു കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇച്ച പ്ലീസ് ഫോൺ കട്ടാക്കല്ലേ. ഒന്നാമത് ഞാനിവിടെ കയ്യിൽ നിന്ന് പോയി നിൽക്കാം. ഇനി നീ കൂടെ ഒന്നും പറയല്ലേ. നിനക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ഞാൻ ഉച്ചയും കൂടിയാണ്. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. അതെ, എനിക്കൊന്ന് കാണണം. ഇപ്പോൾ കാണാൻ പറ്റത്തൊന്നുമില്ല, ഞാൻ പുറത്താണ്. പ്ലീസ്. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നിന്നെ ഒന്ന് വിളിക്കാം, പോരെ? ഓക്കെ. അങ്ങനെ അവർ പറഞ്ഞു വെച്ച സമയത്തിന് കല്യാണം നടന്നില്ല. അത് അവർക്ക് രണ്ടുപേർക്കും വലിയൊരു ട്രോമയായിരുന്നു. അത്ര ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്നതിനുള്ള വിഷമം അത് വേറൊന്നാണല്ലോ. അങ്ങനെ ഒരു വർഷം കടന്നു. ഒരു ഏപ്രിൽ 21-ാം തീയതി. ജയ, ഹലോ. ആടി, നീ എവിടെയാ ഇപ്പോൾ? ഞാൻ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുക. ആഹാ, പിന്നെ ഇന്ന് ഈവനിങ് ഒന്ന് പുറത്ത് പോകണം. റെഡിയായി നിന്നോ, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഞാൻ റെഡി ആയിക്കോളാം, നിങ്ങൾ വേഗം വന്നേ. ഓക്കേ. ഹേ കണ്ണാടിയേ, என் பிம்பம் என்னை போலில்லையே உனில். ஹே என் வானொலியே, என் பேச்சு தூரல் போல் கேட்குதே உனில். ஹே என் நிழற்துணையே, ഒരൊറ്റ മൗനം മെന്മയായി പേസുമാ. ഹേ ഉയിർക്കഥവേ. ആഹാ, ആരിത്? സുന്ദരിയായിട്ടുണ്ടല്ലോ. ജയ, ഈ സാരി ഓർമ്മയുണ്ട? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ കൊടുത്ത സാരിയല്ലേ? പിന്നല്ല. എന്നാ വാ പോവാം. എങ്ങോട്ടേക്കാ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും. ഓക്കെ, എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് പോവാം. ഓക്കെ ജയ. എന്ത് പറ്റി? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തായാലും നമ്മൾ സെറ്റായിട്ട് ഒരു വർഷമായില്ലേ. പിന്നല്ല. അതല്ലടി, ഇപ്പോഴും കല്യാണമൊന്നും നടന്നിട്ടില്ല. നിന്റെ അപ്പൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലേ? അവരൊന്നും പറയുന്നില്ല ചായ. എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ഒരു പോയി തലമുണിക്കണ്ട, അതെനിക്കിഷ്ടമല്ല. എന്താ പെണ്ണേ ഇത്? നമ്മുടെ ലൈഫല്ലേ, അതിന് നിനക്ക് വേണ്ടി തലമുണിക്കുന്നതിന് എനിക്കിപ്പോൾ എന്താ പ്രശ്നം? എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്ത് തന്നെ. നീ ചോദിക്കുക. ഒരിക്കലും നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ പോയിട്ട് തലമുണിക്കില്ല എന്ന്. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ തലമുണിക്കില്ല. നമ്മുടെ ഫ്യൂച്ചർ മക്കളാണ് സത്യം. അതെ, നമ്മുടെ ഫ്യൂച്ചർ റൂബിമോളും ഇസമോളും ആണ് സത്യം.
ആയിക്കോട്ടെ. അല്ല ചാള, ഇപ്പം ഇനി ജനിക്കാൻ പോകുന്നതിൽ ഒരാൾ ബോയ് ആണെങ്കിലോ? ബോയ് ആണെങ്കിൽ ആ ഇസ മാറ്റിയിട്ട് ഇസ്ര എന്നങ്ങ് ഇടും. ഇനി റൂബി മാറ്റിയിട്ട് റൂബൻ ഇടാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ വേറെ എന്തെങ്കിലും പേര് നോക്കും. എന്തായാലും എനിക്ക് ആമ്പിള്ളേരൊന്നും താല്പര്യമില്ല. എനിക്ക് 2 പ്രിൻസസിനെയാണ് ഇഷ്ടം. കെട്ട് കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ തന്നെ പിള്ളേർക്ക് വരാൻ പേരിട്ട് തുടങ്ങിയല്ലേ നമ്മൾ. വിധി അല്ലാതെ തന്നെ. നീ ഇറങ്ങി എന്തായാലും കഴിക്ക്. നിനക്കെന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ? ഓ, മുട്ട പപ്സും ലൈം ജ്യൂസും അല്ലേ? നീ അത് നിർത്താറായില്ലേടി? 1 വർഷം തന്നെ വാങ്ങിക്കുന്നു. എന്നാ ചെയ്യാനാ, നിങ്ങളെ പ്രേമിച്ച പോലെ ഞാൻ മുട്ട പപ്സിനെ ലൈം ജ്യൂസിനെ അങ്ങ് പ്രേമിച്ചു പോയി. ഇനിയിപ്പോൾ അവരെ എടുത്തോളാൻ പറ്റത്തൊന്നുമില്ല. ആയിക്കോട്ടെ, കഴിക്കാൻ വേയോ? നമുക്ക് ഒരു സ്ഥലത്ത് വേണ്ടേ? എവിടേക്കാ? അതൊക്കെ ഉണ്ട്, നമുക്ക് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവരാദ്യം കണ്ട ആ സ്ഥലത്തേക്ക് പോയി. വാവ്, നൈസ് പ്ലേസ്. എടി കാന്താരി, ഓർക്കുന്നുണ്ടോ ഈ സ്ഥലം? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഒരു ഗുണ്ട് വന്ന് എൻ്റെ തല വീണ ദിവസമല്ലേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? ഏയ് ഒന്നുമില്ല. ഇതിപ്പോ സമയം എത്ര മണിയായെന്നറിയോ? 8 മണി. എന്നാലേ ആ ആകാശത്തേക്കൊന്ന് നോക്ക്. നോക്കി. വാവ്, ബ്യൂട്ടിഫുൾ. ജസ്റ്റ് ലൈക്ക് യു ബേബി. ഡീലൻ, എൻ്റെ ലൈഫിൽ നീയാണ് എന്നെ ഇത്ര ഹാപ്പി ആക്കാൻ ഇഷ്ടമുള്ള. നിൻ്റെ കൂടെ നിന്ന് എല്ലാ സമയവും ഞാൻ ഹാപ്പി ആയിരുന്നു. ഒരിക്കലും വിട്ടുപോവില്ല എന്ന് ഉറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ അത് നീയാ ഡീലൻ. ഐ നോ ലച്ചു, ഐ നോ എവറിത്തിങ്. നമ്മൾ ഇത്ര നാൾ സഫർ ചെയ്തു, ഒരുമിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? ഞാൻ ചെയ്ത എന്തോരം തെറ്റുകളും നീ എനിക്ക് ക്ഷമിച്ചു തന്നു. ഇനി അതൊന്നും ആവർത്തിക്കില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ഐ ട്രസ്റ്റ് യു. അയ്യേ, എൻ്റെ പെണ്ണി കരയുന്നു. ആ കണ്ണീരൊക്കെ ഒന്ന് തുടച്ചേ. തുടക്കൊന്നുമില്ല, എനിക്ക് തുടച്ചതാ. ഇനി നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. ഐഷ്, ഈ പെണ്ണ് നോക്ക് പെണ്ണെ. എന്താ? എന്തിനിങ്ങനെ കരയുന്നേ? ഒന്നുമില്ല, എനിക്കെന്നാ കരഞ്ഞൂടെ? കരഞ്ഞു കരയണ്ടോ ഞാൻ പറഞ്ഞോ? എന്തായാലും നമ്മുടെ കല്യാണമില്ലേ, അത് നല്ല ഗ്രാൻഡായി തന്നെ നടക്കും. അതിനുള്ള വഴിയൊക്കെ നമുക്ക് നോക്കാം. നീ അതെന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, കേട്ടല്ലോ? അല്ലെങ്കിലും കല്യാണം നടന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ 1 വർഷമായില്ലേ കല്യാണം കഴിക്കാൻ ജീവിക്കുന്നു. നല്ല ഹാപ്പി ആയിട്ട് ഇതേപോലെ അങ്ങ് ജീവിച്ച് പോയാൽ മതി. അല്ല, അപ്പം നമുക്ക് ജനിക്കാതെ പോയ പിള്ളേരെ റിലീസാക്കണ്ടേ? ആദ്യം ഞാൻ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ, എന്നിട്ട് പിള്ളേരെയൊക്കെ റിലീസാക്കാം, പോരെ? ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. എന്നാ വാ, നമുക്ക് പോവാം. ഗസ്റ്റ് ഹൗസിലേക്കല്ലേ? അല്ല, നമ്മുടെ വീട്ടിലേക്ക്. ആഹാ, എന്നാ വാ പോവാം. ഇച്ചായ, എന്താടി പെണ്ണെ? എനിക്കൊരു പാട്ട് പാടിത്തരോ? പിന്നെന്താ, പാടിത്തരാലോ. யாரோடும் காணாத தூய்மை உன்னில் நான் காண்கிறேன், முன்னின்றும் இல்லாத ஆசைகள் உன்னாலே நான் கொள்கிறேன், வழியிலே இதயத்தின் நிழலாய் நீள்கின்றாய், நானோ விழியிலே தெளித்திடும் கடலாய் ஆகின்றாய், என் செய்வேன் சொல்லடி தோழி தோழி என்னரும் தோழி சொல்லடி. വാവ്, നിങ്ങൾ പാട്ട് പാടുന്ന കേൾക്കാൻ നല്ല രസമാണ്. ശരിക്കും? അല്ല, കള്ളം. മൂടി പെണ്ണെ, വാ. ഇനി എങ്ങോട്ടാ? Let's have some fun tonight. Yes, I miss those times with you, baby. I need that. Then
want to make you mine for the second time. पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। पागल पागल हैं थोड़े बादल, बादल हैं दोनों खुल के, पर से भी गया जरा, पहले भी मैं तुमसे मिला हूँ। ലച്ചു എടി എഴുന്നേറ്റടി. ചായ കുറച്ചേരം കൂടി പ്ലീസ്. എടി നീ എങ്ങോട്ടാ നോക്കിയ? എങ്ങോട്ട് നോക്കാൻ? എടി ആ സൈഡിലേക്ക് നോക്കടി, തീർന്നു നമ്മള്. ദൈവമേ, ഇച്ചാച്ചി. ഇച്ചാച്ചി മാത്രമല്ല, നിന്റെ ചേച്ചിയുണ്ട്. ആഹാ, അപ്പം എൻ്റെ അനിയത്തിക്ക് ഇവനായിട്ട് ഇതായിരുന്നല്ലോ പരിപാടി. കാണിച്ചറാടി, ഞാൻ വീട്ടിൽ പറയാൻ. ദേ ചേച്ചി അടങ്ങിയിരുന്നോ, തോന്നിയ ദിവസം ഒന്നും കാണിക്കരുത്. ആരാണ് തോന്നിയ ദിവസം കാണിക്കണേന്നൊക്കെ എനിക്കറിയാം, അത് നീ പറയണ്ട. ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കെട്ടിച്ചോ. ഇങ്ങനെ പോയാൽ വേഗം കെട്ടിക്കണം, ഇല്ലെങ്കിൽ കെട്ടുന്നതിന് മുന്നേ ഞങ്ങൾ ആൻറ്റിയും മംഗളും ആവേണ്ടി വരും. അല്ല, നിങ്ങളെന്ത് ഇവിടെ? ഡെയിൻ, അത് പിന്നെ ഞാൻ അവളോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഓഹോ, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോ? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഞങ്ങളിങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ദേ ഡെയിനെ, കൂടുതൽ നൂറുകളല്ലേ, എനിക്കറിയാം നിങ്ങളിവിടെ എന്താ പരിപാടിയെന്ന്. പോടാ, ഞങ്ങളോട് സംസാരിക്കാൻ വന്ന അല്ലേടി മാക്രി കുഞ്ഞെ. നീ പോടാ മഴപ്പാറ്റെ. എടി എടി എടി, അവിടെ നിക്കടി, നീ ആൾ കൊള്ളാലോടി. അവരായി അവരുടെ പാടായി. എന്തെങ്കിലും ആവട്ടെ, നീ നോക്കിക്കേ. എന്താ പെണ്ണെ പറയ്. വേറൊന്നുമില്ല ചായ. I love you so much. I love you more. Really? Yes, I love you so much, my wifey. എന്നാലേ നമുക്ക് റൈഡ് പോയാലോ? പിന്നെന്താ, പോവാലോ. ഹേ കണ്ണാടിയേ, എൻ ബിംബം എന്നെ പോലില്ലയേ ഉനിൽ, ഹേ എൻ വാനൊലിയേ, എൻ പേച്ച് തൂരൽ പോൽ കേட்குதே ഉനിൽ, ഹേ എൻ ഇഴർത്തുണയേ, ഒരട്ട് മൗനം മെന്മയായി പേസുമാ, ഹേ ഉയിർ കഥവേ തിരക്കും പോതേ ആയിരം വാസം വീസുമാ, തോഴി തോഴി എന്നരുന്തോഴി சொல்லடி, யாரோடும் காணாத தூய்மையை உன்னில் நான் காண்கிறேன்.